ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ പലപ്പോഴും ഈ കുട്ടികളൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ, പണ്ടത്തെ കാലത്തൊക്കെ സ്കൂളിലൊക്കെ പോയി വരുമ്പം കേട്ടെഴുത്ത് മത്സരം, അല്ലെങ്കിൽ സ്കൂളിലുള്ള എന്താ പറയുക, സെമസ്റ്ററിലുള്ള എക്സാമിനേഷൻസുകൾ, ഓണപ്പരീക്ഷ അല്ലെങ്കിൽ കൊല്ലപ്പരീക്ഷ തുടങ്ങിയുള്ള പരീക്ഷകളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ സ്ലേറ്റിലൊക്കെയാണ് പരീക്ഷയൊക്കെ എഴുതുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ നമ്മുടെ ഈ സ്ലേറ്റിലൊക്കെ നമുക്ക് എന്താ പറയുക, മാർക്കൊക്കെ എഴുതി തരും. അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ മാർക്ക് 10 എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എഴുതി വരും. ചിലർക്കൊക്കെ 0 കിട്ടും. ആ 0 കിട്ടുമ്പോൾ എല്ലാവരും അവരെ കളിയാക്കാറുണ്ട്. വട്ടപ്പൂജ്യം കിട്ടി, അല്ലെങ്കിൽ ആന മുട്ട കിട്ടി, അല്ലെങ്കിൽ മുട്ട കിട്ടി, പൊരിച്ച് തിന്നോളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ പല രീതിയിലൊക്കെ അവരെ കളിയാക്കാറുണ്ട്. സാധാരണ ഈ 0 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ വട്ടപ്പൂജ്യം എന്ന് പറയുമ്പോൾ സാധാരണ എപ്പോഴും ചിന്തിക്കും ഒരു വില കുറഞ്ഞ ഒരു സ്ഥിതിയാണുള്ളത്. ഇതുപോലെ ജീവിതത്തിൽ പലയിടത്തും വട്ടപ്പൂജ്യമായിട്ട്, 0 ആയിട്ട്, ഒന്നുമാകാത്ത വിധത്തിലായിരിക്കുന്ന ചില ആളുകൾ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി, നിങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങൾ ഇന്നൊരു വട്ടപ്പൂജ്യമായിരിക്കാം, 0 ആയിരിക്കാം, പക്ഷെ നാളെ ദൈവം നിങ്ങളെ അതിശക്തമായി ചില മേഖലകളിൽ എടുത്ത് ഉയർത്തി നിങ്ങളൊരു ഹീറോ ആക്കി കർത്താവ് മാറ്റാൻ പോകുകയാണ്. നിങ്ങളുടെ പൂജ്യത്തിൻ്റെ സൈഡിൽ യേശു കർത്താവ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വാല്യൂ ആയിട്ടുള്ള ഒരു അക്കമായി വന്നാൽ, അവനെ നിങ്ങൾ ഒന്നാക്കിയാൽ, നിങ്ങൾ ആ 0 നിങ്ങൾ സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ 10 ആയിട്ട് മാറും, 10 ആയിട്ട് മാറും. എന്നാൽ അവന് നിങ്ങൾ 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ, നിങ്ങളുടെ സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ 20 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ അവന് 9 എന്ന് കൊടുത്താലോ നിങ്ങൾ 90 ആകും. നിങ്ങൾ അവന് 10 എന്ന് കൊടുത്താലോ നിങ്ങൾ 100 ആകും. നിങ്ങൾ അവന് 100 എന്ന് കൊടുത്താലോ അത് 1000 ആയിട്ട് മാറും. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കർത്താവിലേക്ക്, നിങ്ങളുടെ ആ 0 പോയിൻ്റായിട്ട് കർത്താവിലേക്കൊന്ന് നടന്ന് കയറാമോ, എന്നിട്ട് അവനൊന്ന് ഉയർത്താമോ, നിങ്ങളുടെ വാല്യൂ മാറുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് പോവുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. സോ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്, ഒരു കീ സ്പോൺസറാണുള്ളത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മകൻ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന് ഉറക്കം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ക്രിയേറ്റീവ് സ്കിൽസും ഐഡിയാസും വർദ്ധിക്കുവാൻ ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കോ സ്പോൺസറുണ്ട്, ചാലക്കുടിയിൽ നിന്ന് സോണി ലൂയിസ് ആൻഡ് ലിൻഡാൻ ലൂയിസ്. ഇന്ന് ലിൻഡാൻ ലൂയിസിൻ്റെയും സോണി ലൂയിസിൻ്റെയും 24ാമത്തെ വിവാഹ വാർഷികമാണ്. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ഇന്നാണല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ജൂലൈ 7 ഇളയ മകൾ ആനബൽ ലൂയിസിൻ്റെ 5ാമത്തെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആനബൽ. ജൂലൈ 12 സോണി ലൂയിസിൻ്റെ 52ാമത്തെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സോണി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇവർ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്ന മക്കളായ ഡിയോൺ, അതുപോലെ നെയ്തൻ, അതുപോലെ ആനബൽ. കർത്താവ് ഇവരെല്ലാവരുടെ വിദ്യാഭ്യാസവും ഭാവിയും യേശുവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് തുടരുകയാണ്. ഇന്നലെ നമ്മൾ കൈൻഡ്നെസ് എന്ന ഒരു ആസ്പെക്റ്റ് എടുത്ത്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി, ആറ്റിറ്റ്യൂഡ് എടുത്ത് നമ്മൾ നോക്കി. നമ്മൾ കണ്ടത് ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ആയിത്തീരുവാനുള്ളതാണ്. യേശുവിനെ പോലെ നമ്മളായിത്തീരുവാനായിട്ടുള്ളതാണ്. ഈ ഡിഫറൻസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇതിനു മുമ്പ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? 19 മുതൽ 21 വരെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമായിട്ട്, ആത്മാവിൻ്റെ പ്രവൃത്തികളെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൻ്റെ ഫലമെന്നാണ്. സോ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ കൂടുതൽ ആയിക്കഴിയുമ്പോൾ, അഥവാ നാം അവനിൽ കൂടുതൽ വസിക്കുമ്പോൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. അവൻ്റെ വചനം നമ്മിൽ കൂടുതൽ വസിക്കുമ്പോൾ, അവൻ്റെ ആത്മാവ് നമ്മിൽ കൂടുതൽ സ്ഥല സൗകര്യം കിട്ടുമ്പോൾ, നമ്മൾ കൂടുതൽ ഇടം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ, തൻ്റെ സ്വഭാവം
നമ്മിലൂടെ അവൻ വെളിപ്പെടുത്തുന്നു. എത്ര പേർക്ക് വേണം? എല്ലാവരും ഇന്ന് ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ? എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം വേണം, എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം വേണം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. എല്ലാ ദിവസത്തെയും നോട്ട്സ് ദയവായി നന്നായിട്ട് എഴുതി എടുത്ത് അത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുത്താൽ ഇത് വാച്ച് ചെയ്യുന്ന ഒത്തിരി പേര് കമൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അവർക്കത് ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഒരാൾ ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ എന്തിനിടുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്യുക. പലരിത് കാണുമ്പോൾ അവരുടെ ഹൃദയം നിറയട്ടെ. അപ്പോൾ കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്, എൻ്റെ വചനമല്ല. ഇനി 6ാമത്തെ ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നലെ കൈൻഡ്നെസ് കണ്ടു, ഇന്ന് നമ്മൾ വരുന്നത് ഗുഡ്നെസ് എന്നതിലേക്കാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങൾ നമ്മൾ കാണുന്നത് ആത്മാവിൻ്റെ ഫലമോ, എല്ലാവരും ചേർന്ന് പറഞ്ഞ് ബൈ ഹാർട്ടായി കാണും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അങ്ങനെ 9 എണ്ണം ചേർന്ന ഒരു ഫ്രൂട്ട്, ഒരു ഫലം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. അതിൽ വന്നിരിക്കുന്നതാണ് 6ാമത് വന്നിരിക്കുന്നതാണ് ഗുഡ്നെസ്, പരോപകാരം. മത്തായി 5:16 ഇൻ ദ സെയിം വേ let your light shine before others that they may see your good deeds and glorify your Father in heaven. അപ്പോൾ കർത്താവ് തന്നെ പറയുന്ന 5, 6, 7 അധ്യായങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൽപ്പെട്ടതാണ്. കിങ്ഡം പ്രിൻസിപ്പിൾസ് തന്നെ പറയാം. അതിൽ കർത്താവ് പറയുന്നത് അവണ്ണം തന്നെ ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വെളിച്ചം പ്രകാശിക്കട്ടെ. ദൈവത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദാറ്റ് ദേ മേ സീ യുവർ ഗുഡ് ഡീഡ്സ് ആൻഡ് ഗ്ലോറിഫൈ യുവർ ഫാദർ ഇൻ ഹെവൻ. അങ്ങനെ അവർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും. 60ാമത്തെ അധ്യായത്തിൽ യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് എന്താണ്? നിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റുള്ളതിനെ പറയാം, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, നിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ ഫലമായി ഗുഡ് ഡീഡ്സ് അല്ലെങ്കിൽ സൽപ്രവർത്തികൾ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നല്ല ആത്മാവായതുകൊണ്ട്, പരിശുദ്ധ ആത്മാവായതുകൊണ്ട്, നന്മയുള്ള ആത്മാവായതുകൊണ്ട്, അങ്ങനെ ആത്മനിറവുണ്ടാകുമ്പോൾ നമ്മിൽ നിന്ന് വരുന്നത് നന്മ മാത്രമായിരിക്കും. അതിലൊന്നാണ് പരോപകാരം, ഇംഗ്ലീഷിൽ ഗുഡ്നെസ്. ഗുഡ്നെസ് ഈസ് മോർ ദാൻ ഡൂയിങ് ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ഗുഡ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വിസിബിൾ ടെസ്റ്റിമണി ഓഫ് ഗോഡ്സ് ഇന്നർ വർക്ക് ഇൻ അസ്. നമ്മുടെ അകക്കാമ്പിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഭയങ്കരമായ ഒരു പ്രവൃത്തിയുടെ പുറത്തുള്ള ഒരു പ്രദർശനമാണ് ഗുഡ്നെസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഗുഡ്നെസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ മോറൽ എക്സലൻസ് ദാറ്റ് കംസ് ഫ്രം വാക്കിംഗ് വിത്ത് എ ഹോളി ഗാഡ് ആൻഡ് ഇറ്റ് ഷൈൻസ് ബ്രൈറ്റസ്റ്റ് ഇൻ ഡാർക്ക് പ്ലേസസ്. അപ്പോൾ നമ്മൾ കർത്താവുമായി, ദൈവവുമായി, വിശുദ്ധനായ പരിശുദ്ധനായ ദൈവവുമായി ചേർന്ന് നടക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മോറൽ എക്സലൻസ്, ഒരു ധാർമ്മികമായ ഉത്കൃഷ്ടത, നന്മ, ആ ഗുഡ് ക്വാളിറ്റി, അത് പ്രത്യേകിച്ച് ഇരുണ്ട സ്ഥലങ്ങളിൽ അത് ഭയങ്കരമായിട്ട് പ്രകാശിക്കും. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ട്, നിങ്ങളുടെ പ്രകാശം കണ്ടിട്ട്, ഇവിടെ പറയുന്നത് ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേലെ യഹോവയുടെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. ആ പ്രകാശത്തിനകത്ത് എന്തുകൂടിയുണ്ട്? നന്മയുണ്ട്. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന നന്മയാണ് ഒരു വലിയ വെളിച്ചമായി ഒത്തിരി പേര് കാണുന്നത്. കാരണം ഒത്തിരി പേര് വചനം വായിക്കില്ല, ഒത്തിരി പേർക്ക് ബൈബിൾ അറിയില്ല, ഒത്തിരി പേർക്കും ദൈവവുമായി ബന്ധമില്ല. പക്ഷേ അവർ കാണുന്നത് നമ്മിലൂടെ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചം. അതിലൊന്നാണ് എന്ത്? പരോപകാരം. എന്താണ് ഗുഡ്നെസ് എന്ന് ചോദിച്ചാൽ, നമ്പർ 1, ഇറ്റ് ഈസ് ദി അപ്രൈറ്റ്നെസ് ഓഫ് ഹാർട്ട് ആൻഡ് ലൈഫ്. നമ്മുടെ ജീവിതവും ഹൃദയവും വളരെ നേരോടുകൂടെ ജീവിക്കുക.
വളഞ്ഞ വഴിയില്ലാതെ, വക്രഗതിയില്ലാതെ, അകക്കാമ്പിൽ ഒരു അപ്രൈറ്റ്നെസ്. 2, ജനറോസിറ്റി റൂട്ടഡ് ഇൻ റൈച്ചസ്നെസ്, നീതിയിൽ വേരുപൂണ്ട ഒരു മഹാമനസ്കത, ഔദാര്യ മനസ്കത. എ സീൽ ഫോർ ട്രൂത്ത് ആൻഡ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് ഈവൻ വെൻ ഇറ്റ് കോസ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യത്തിന് വേണ്ടിയുള്ള ഭയങ്കരമായൊരു തീഷ്ണത. ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്, എന്താണോ ശരി അത് ചെയ്യുക. ഈവൻ വെൻ ഇറ്റ് കോസ്, ചിലപ്പോൾ അതൊരല്പം ചിലവേറിയതായിരിക്കാം. ചില നഷ്ടങ്ങൾ, നന്മ ചെയ്താൽ ചിലപ്പോൾ നന്മ ചെയ്താൽ പലപ്പോഴും ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ഈവൻ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പോലും അവൻ ഒരിക്കലും തിന്മ ചെയ്തിട്ടില്ല. അവൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോസ്തലപ്രവൃത്തികൾ 10:38 നമ്മൾ കാണുന്ന നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും അവൻ നന്മ ചെയ്തും രോഗികളെ സൗഖ്യമാക്കിയും ഭൂതം ബാധിച്ചവരൊക്കെ വിടുവിച്ചുകൊണ്ട് പോയ വാർത്ത നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ അവിടെ അവൻ നന്മ മാത്രമേ ചെയ്തുള്ളൂ. എന്നിട്ടും പകരം കിട്ടിയത് എന്താണ്? തൻ്റെ ജീവനാണ് പകരം കൊടുക്കേണ്ടി വന്നത്. നന്മ ചെയ്തതിൻ്റെ പ്രതിഫലമായി ഈ ഭൂമി, ഈ ലോകം യേശു കർത്താവിന് കൊടുത്തത് അതുപോലുള്ളൊരു ക്രൂശാണ്, പീഡനങ്ങളാണ്. അപ്പോൾ നന്മ എന്ന് പറയുമ്പോൾ നന്മ ചെയ്യുന്നവർക്ക് പലപ്പോഴും എന്തുണ്ടായിരിക്കും? പല പീഡനങ്ങളും, അതുപോലെ ക്രിറ്റിസിസവും, റിഡിക്യൂളും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൈൻഡ്നെസ് ഈസ് വെരി വെരി ജെൻറ്റിൽ, ബട്ട് ഗുഡ്നെസ് ഈസ് ഫേം ആൻഡ് കറേജിയസ്. ഈ കൈൻഡ്നസ് നമ്മൾ നേരത്തെ കണ്ട ദയ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റും ജെൻറ്റിലും ഒക്കെയാണ്. എന്നാൽ ഗുഡ്നെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫേം ആൻഡ് കറേജിയസ്. ചില കാര്യങ്ങൾ നന്മ ധൈര്യത്തോടെ ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. ഗുഡ്നെസ് ഡസ് വാട്ട് ഈസ് റൈറ്റ് ഈവൻ വെൻ ഇറ്റ് ഈസ് ഹാർഡ്. വളരെ പ്രയാസഘട്ടത്തിൽ പോലും ശരിയായ കാര്യം മാത്രം ചെയ്യുന്നതാണ് ഗുഡ്നെസ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ നമ്മിലൂടെ, നമ്മുടെ അകത്ത് വ്യാപിച്ച് നമ്മളുടെ പുറത്തേക്ക് വരുന്നതാണ് ഗുഡ്നെസ്. ഇറ്റ് ഈസ് നോട്ട് ഷോയിങ് മൊറാലിറ്റി ബട്ട് സിൻസിയർ പ്യൂരിറ്റി ബോൺ ഫ്രം വാക്കിംഗ് വിത്ത് ഗോഡ്. ദൈവത്തോടുകൂടെ ചേർന്ന് നമ്മൾ നടക്കുന്ന സമയത്ത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സദാചാരം ഒന്നുമല്ല, പക്ഷേ വളരെ ഹൃദയപരമാർത്ഥതയോടുകൂടിയുള്ള ഒരു പരിശുദ്ധി, ഒരു വിശുദ്ധി, അതിലൂടെ വരുന്നതാണ് ഈ ഗുഡ്നെസ് എന്ന് പറയുന്നത്. ഗുഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, തിന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും അത് നമ്മൾ മാറ്റിവെച്ചിട്ട് നന്മ ചെയ്യുക. യോസഫിൻ്റെ കാര്യത്തിൽ ഒരു തിന്മ ചെയ്യാൻ, യജമാനെതിരെ ഒരു തിന്മ ചെയ്യാൻ ഒരുപക്ഷെ അദ്ദേഹം പോലും അറിയാതെ തൻ്റെ ഭാര്യ തന്നെ വല്ലാതെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് പൊത്തിഫറിൻ്റെ വൈഫ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അത് റിപ്പോർട്ടഡ് ആവില്ല, ഒരുപക്ഷെ റിപ്പോർട്ടഡ് ആകാം. എങ്കിലും താൻ ചെയ്തത്, തനിക്കത് ചെയ്യാമായിരുന്നു, ഒരു പാപത്തിലേക്ക് പോകാമായിരുന്നു, ഒരു തിന്മ ചെയ്യാമായിരുന്നു. എങ്കിലും അവൻ നന്മ തന്നെ ചെയ്തു. പക്ഷെ ആ നന്മ ചെയ്തപ്പോൾ തനിക്ക് പകരം കിട്ടിയത് ജയിലഴികളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പലപ്പോഴും നന്മ ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് ഇതുപോലുള്ള ചില അനുഭവങ്ങളായിരിക്കും. അതുകൊണ്ട് പലരെന്നോടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ബ്രദറെ, ആർക്കെങ്കിലുമൊക്കെ വല്ല നന്മ ചെയ്താൽ പിന്നെ തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് വളരെ മോശമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഈയിടെയായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല, എൻ്റെ കാര്യം നോക്കി ഞാൻ എങ്ങനെ ജീവിക്കുകയാണ് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അറിവില്ലായ്മ നിമിത്തമാണ്. ഇവിടെ യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യർക്ക് നന്മ മാത്രം ചെയ്തപ്പോൾ തനിക്ക് കിട്ടിയത് മുൾക്കിരീടവും ഒരു ക്രൂശുമാണ്. ഓർക്കുന്നുണ്ടല്ലോ? അപ്പം അതുപോലെ പലപ്പോഴും നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്ന നന്മയ്ക്ക് പകരം ഇങ്ങോട്ട് തിന്മയായിരിക്കാം കിട്ടുന്നത് എന്നതുകൊണ്ട് തിരിച്ച് തിന്മ ചെയ്യണമെന്നില്ല. അത് ക്രിസ്തുവിൻ്റെ മാർഗം അല്ല. സോ നന്മ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ യോസഫിൻ്റെ കഥ പറഞ്ഞ പോലെ, യോസഫിന് വളരെ നല്ലൊരു സാഹചര്യം ഒത്തു കിട്ടിയതാണ്. എന്നിട്ടും താൻ ആ പാപത്തിലേക്ക് പോയില്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹി ചോസ് പ്യൂരിറ്റി ഓവർ പ്ലഷർ. ഒരു ശാരീരികമായ ആസ്വാദനത്തിൻ്റെ അപ്പുറത്ത് പ്ലഷറിന് പകരം താൻ പ്യൂരിറ്റി, വിശുദ്ധിയെ താൻ തിരഞ്ഞെടുത്തു. ഡെസ്റ്റിനി ഓവർ കോംപ്രമൈസ്. അവിടെയൊക്കെ ജീവിതം കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും താൻ തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ എത്തുകയില്ലായിരുന്നു.
17-ാം വയസ്സിൽ തനിക്ക് കിട്ടിയൊരു സ്വപ്നമുണ്ട് അല്ലേ? എല്ലാത്തിൻ്റെ മുകളിൽ ഒരു മേധാവിത്വം, ഒരു ഡൊമീനിയൻ, പ്രോസ്പെറിറ്റി, ഇതെല്ലാം ദൈവം വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും എത്താതെ തൻ്റെ ജീവിതം അവിടെ വെച്ച് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഗുഡ്നസ് എന്ന് പറയുമ്പോൾ, പരോപകാരം എന്ന് പറയുമ്പോൾ, ആരും കാണാത്തപ്പോഴും തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. പലരും മനുഷ്യരുള്ളപ്പോൾ, മറ്റുള്ളവർ വീക്ഷിക്കുമ്പോൾ, CC ക്യാമറ ഉള്ളപ്പോൾ നല്ലത് ചെയ്യും. എന്നാൽ ഇതൊന്നുമില്ലാതെ ആരും കാണാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ അവർ പല തിന്മയും ചെയ്തെന്നിരിക്കും. അപ്പോൾ അവിടെ അത് ഗുഡ്നസ് ആണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുഡ്നസ് ഈസ് കറേജിയസ് ആൻഡ് കമ്പാഷനേറ്റ്. ഒരേ സമയം വളരെ ധൈര്യം കാണിക്കുന്നതും അപ്പോൾ തന്നെ മനസ്സലിവുള്ളതുമായ ഒന്നാണ് ഗുഡ്നസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 21, ഡു നോട്ട് ബി ഓവർകം ബൈ ഈവിൾ ബട്ട് ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. അതായത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ പോകരുത്, പകരം നന്മയാൽ തിന്മയെ അതിജീവിക്കുക അല്ലെങ്കിൽ ജയിക്കുക. അപ്പോൾ അവിടെ സാധാരണ എല്ലായിടങ്ങളിലും കാണുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്നുള്ളത്. ഒരാൾ ഇങ്ങോട്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു അല്പം കൂടി ഇരട്ടിയായിട്ട് അങ്ങോട്ട് ചെയ്യുക. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വരുമ്പോൾ അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ ശത്രുവിനെങ്ങാലും വിശക്കുകയാണെങ്കിൽ അവന് കൊണ്ട് തിന്നാൻ കൊടുക്കുക, അവനെ ദാഹിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെയെങ്കിൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. സാധാരണ നേരെ ഓപ്പോസിറ്റാണ്. ശത്രു നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ച ഒരാൾ പട്ടണം കിടക്കുക, അങ്ങനെ തന്നെ വേണം, അത് ദൈവം കൊടുത്ത ശിക്ഷയാണ്, അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. ദാഹിച്ചിരിക്കുക, ദാഹിക്കണം, കാരണം എന്നെ അതുപോലെയാണ് വേദനിപ്പിച്ചത്, അതുകൊണ്ട് ദാഹിക്കട്ടെ, ദാഹിച്ച് തന്നെ ചാകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ പൗലോസ് പറയുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. അപ്പം ഇങ്ങോട്ട് കാണിച്ചത് എന്താണെങ്കിലും ഒരുപക്ഷെ ഇവിടെ വിശന്നിരുന്നപ്പോൾ ഇങ്ങോട്ടൊന്നും കിട്ടിക്കാണില്ല, എങ്കിലും അങ്ങോട്ട് ചെയ്യുക. ആത്മാവിൻ്റെ രീതി എന്ന് പറയുന്നതാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നതാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവ രീതി എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഒരു കൾച്ചർ ഓഫ് കറപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ നമ്മുടെ കൾച്ചർ, ഇന്നത്തെ സംസ്കാരം. ഇറ്റ് ഈസ് എ കൾച്ചർ ഓഫ് കറപ്ഷൻ. ഗവൺമെൻറ് ഓഫീസിൽ ചെന്നാലും ഏത് മേഖലകളിൽ ചെന്നാലും അവിടെ എല്ലാം അഴിമതിയും തിന്മ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്കെതിരെ ചതിക്കുന്ന തന്ത്രങ്ങൾ മെനയുകയും ഒരാളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ വസൂലാക്കാം, തട്ടിക്കാം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഗുഡ്നസ് ഈസ് സ്പിരിച്വൽ റെസിസ്റ്റൻസ്. അവിടെയാണ് നന്മ ചെയ്ത് അതിനെ നമ്മൾ പ്രതിരോധിക്കണം, തിന്മയെ നമ്മൾ പ്രതിരോധിക്കണം. നന്മ ചെയ്യാൻ ഒത്തിരി പേര് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തിന്മ കുറയാൻ തുടങ്ങും. മാത്രമല്ല, ഇൻ എ ടൈം ഓഫ് കോംപ്രമൈസ് ഗുഡ്നസ് ഈസ് പ്രൊഫറ്റിക് കറേജ്. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് കോംപ്രമൈസിൻ്റെ കാലമാണ്. ആരും റിസ്ക് എടുക്കാൻ ഒന്നിനും തയ്യാറല്ല, പലരുമായിട്ട് കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഗുഡ്നസ് ഈസ് പ്രൊഫറ്റിക് കറേജ്, പ്രാവചനികമായൊരു ധൈര്യമാണ് ഗുഡ്നസ്സിനുള്ളത്. ഞാൻ നന്മയെ ചെയ്യും, പലരും എന്നോട് ദോഷം ചെയ്താലും തിന്മ ചെയ്താലും ഞാൻ നന്മയെ ചെയ്യൂ. മറ്റ് ചില വചനങ്ങൾ കൂടെ ഒന്ന് നമുക്ക് നോക്കാം. 23-ാം സങ്കീർത്തനം 6, ഇത് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു വചനമാണ്. നന്മയും കരുണയും, എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒന്നുകൂടി എല്ലാവരും പറഞ്ഞേ, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഒരു പ്രാവശ്യം കൂടെ ഉറക്കെ അങ്ങ് പറഞ്ഞു, അടുത്തുള്ളവരൊക്കെ കേട്ടോട്ടെ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സോ ഇത് പറഞ്ഞ ശേഷം ഉടൻ തന്നെ ദാവീദ് പറയാം, ആൻഡ് ഐ വിൽ ഡ്വെൽ ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ എവർ. എന്നും നന്മയും കരുണയും എൻ്റെ പിന്നാലെ എന്നെ പിന്തുടർന്ന് വരുമാറാക്കുന്ന ആ ദൈവത്തിൻ്റെ ആലയത്തിൽ അതുകൊണ്ട് ഞാൻ എന്നേക്കും വസിക്കും.
സോ ഈ ഗുഡ്നെസ് ഓഫ് ഗോഡ് ഈസ് അട്രാക്റ്റിംഗ് അസ് ടു ഹിസ് പ്രസൻസ്, അല്ലേ? ദൈവത്തിൻ്റെ നന്മയാണ് നമ്മെ അവനിലേക്ക്, അവൻ്റെ സാന്നിധ്യത്തിലേക്ക് ആകർഷിക്കുന്നത്, നമ്മെ വലിച്ചടുപ്പിക്കും. കാരണം ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ഗുഡ്നെസ് ഓഫ് ഗോഡിനെ കുറിച്ച് എല്ലാ ഭാഷകളിലും ധാരാളം പാട്ടിലുണ്ട്. നന്മയല്ലാതൊന്നും ചെയ്യാത്തവൻ, പിന്നെ ഗുഡ്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ പാട്ടുണ്ട്. അതുപോലെ നന്മ വെച്ചുകൊണ്ട് ഒത്തിരി പാട്ടുകൾ നമുക്ക് സോങ് ബുക്സിൽ കണ്ടെടുക്കാൻ കഴിയും. കാരണം ഗാഡ് ഈസ് ഗുഡ്. എല്ലാവരും പറഞ്ഞേ, ഗാഡ് ഈസ് ഗുഡ്. പറഞ്ഞേ, ഗാഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണ്. ആ നല്ലവനായ ദൈവത്തിൻ്റെ നേച്ചറാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മളിൽ അത് എംബഡഡ് ആയിട്ട് നമ്മിൽ നിന്നും ആ നന്മയാണ് പുറത്തേക്ക് വരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 21-ാം സങ്കീർത്തനത്തിൽ യഹോവൻ്റെ ഇടയനാകുന്നു ആദ്യം പറയുന്നു. അതിൻ്റെ അർത്ഥം ഈ ദാവീദ് ഇതെഴുതുമ്പോൾ താൻ ദൈവത്തിൻ്റെ പുറകെയാണ്. താൻ ദൈവത്തിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ഗുഡ്നെസ്സും മേഴ്സിയും തൻ്റെ പുറകെ വരികയാണ്. അപ്പോൾ വെൻ വി വാക്ക് വിത്ത് ഗോഡ്, ഗുഡ്നെസ് ട്രെയിൽസ് ബിഹൈൻഡ് us and it becomes our legacy. ദൈവത്തോടുകൂടെ നമ്മൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ പിന്തുടരുമ്പോൾ, ഒരു വസ്ത്രത്തിൻ്റെ ട്രെയിൽ കിടക്കുന്നത് പോലെ കണ്ടിട്ടുള്ള രാജാക്കന്മാരുടെയും അതുപോലെ ചില ബ്രൈഡ്സിൻ്റെ ഒക്കെ ഉടുപ്പിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ കുറേ തുണി ഇങ്ങനെ നിലത്തൂടെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ആ ദൈവത്തിൻ്റെ നന്മ, അതിൻ്റെ കരുണയും നമ്മുടെ പുറകെ ഒരു ലെഗസി പോലെ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ളൊരു വചനം മീഖ പ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. He has shown you, O mortal, what is good. And what does the Lord require of you? To act justly and to love mercy and to walk humbly with your God. അവിടെ കർത്താവ് മനുഷ്യരോട് ചോദിക്കുകയാണ്, മർത്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മർത്യരായ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് നന്മ ചെയ്യണം, എന്ത് നല്ലത് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റെന്താണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്? ടു ആക്ട് ജസ്റ്റ്ലി, ന്യായം പ്രവർത്തിക്കുക. ടു ലവ് മേഴ്സി, അല്ലെങ്കിൽ ആ കരുണയെ സ്നേഹിക്കുക. ആൻഡ് ടു വാക്ക് ഹംബ്ലി വിത്ത് യുവർ ഗോഡ്. എൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടായിരിക്കണം. നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ താഴ്മയോടുകൂടി നടക്കുക. ഇങ്ങനെ ഒരു നല്ല വ്യക്തിത്വമായി, നന്മയുള്ള വ്യക്തിത്വമായി ജീവിക്കാനല്ലാതെ മറ്റെന്താണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്? സോ ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടുകൂടെയും വളരെ ന്യായത്തോടുകൂടെയും അതുപോലെ സ്നേഹം, മനസ്സലിവ് എന്നിവയോടുകൂടെയും ഈ ഭൂമിയിൽ ജീവിക്കുവാനല്ലാതെ മറ്റെന്താണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്? സോ കണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം ഈ ഭൂമിയിൽ നമ്മിലൂടെ പ്രകടമാകണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നത്. ഇത് പഴയ നിയമകാലത്ത് അതുപോലെ സാധ്യമല്ലായിരുന്നു. കാരണം എന്നേക്കും വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം അത് തുലവും വിരളമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാ വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് ആവസിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറത്തേക്ക് വന്നേ പറ്റൂ. ഈ ഗുഡ്നെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവോയ്ഡിങ് ഈവിൾ, ഇറ്റ് ഈസ് പർസ്യൂയിങ് വാട്ട് ഈസ് റൈറ്റ്. തിന്മ മാറ്റിക്കളയുക മാത്രമല്ല, നന്മ പിന്തുടരുകയും ധൈര്യത്തോടെ നന്മ ചെയ്യുകയും വേണം. ഈ ഹെൻറി ഡേവിഡ് തോറോ അദ്ദേഹം പറഞ്ഞ ഒരു ക്വാട്ട് ഇങ്ങനെയാണ്: ഗുഡ്നെസ് ഈസ് ദ ഓൺലി ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് നെവർ ഫെയിൽസ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു നിക്ഷേപമുണ്ടെങ്കിൽ അതാണ് നന്മ. മറ്റുള്ളവർക്ക് നാം ചെയ്യുന്ന നന്മ ബിറ്റ്കോയിനിലോ ക്രിപ്റ്റോ കറൻസിയിലോ അല്ലെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ സ്റ്റോക്കിലോ ഒക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ, ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ് നന്മ മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. റിക് വാറൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ഫ്രൂട്ട് ഓഫ് ഗുഡ്നെസ് ഈസ് നോട്ട് പെർഫെക്ഷൻ, ഇറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി. നന്മയുടെ ഫലം എന്ന് പറയുന്നത് സമ്പൂർണതയാണെന്ന് ആരും ചിന്തിക്കരുത്. എന്നാൽ പകരം ഇൻറ്റഗ്രിറ്റിയാണ്, ഒരു വലിയ പരമാർത്ഥതയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. അപ്പം നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം, ബേസിക്കലി നന്മ എന്നിലുണ്ടോ? മനുഷ്യരിൽ ഒരു നന്മയില്ല, പക്ഷേ ഈ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള നന്മ എന്നിൽ വെളിപ്പെടുന്നുണ്ടോ? അവരവരായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു രഹസ്യം
അവൻ നല്ലവനാണ് എന്നതുകൊണ്ടാണ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട്, കർത്താവെ, അങ്ങയുടെ ആ ഗുഡ്നെസ് എന്നിലൂടെ വെളിപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ, ഇടയാക്കണമേ, ഇടയാക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആ നന്മ എല്ലാവരിലും വെളിവാകട്ടെ. അപ്പോൾ തന്നെ കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അസ്ഥികളിൽ വലിയൊരു സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമാശയത്തിനകത്ത് വലിയ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പാൻക്രിയാസിൽ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ ഏതൊരു അവസ്ഥയിലും ഒരു വലിയ വിടുതൽ കർത്താവെ നീ കൽപ്പിച്ചതിനായി നന്ദി, വിടുതൽ കൊടുത്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, പല പ്രാവശ്യം വാച്ച് ചെയ്യുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.